ഒരു വലിയ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ മാസ്റ്റേഴ്സിനെയും കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നാദിക, പക്രു ചേട്ടാ ആൻഡ് സുരഭി ചേച്ചി. നമസ്കാരം. അപ്പൊ ഇങ്ങനെ പരിപാടി നമ്മൾ തുടങ്ങുമല്ലേ? ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ഡേ. അപ്പൊ നിങ്ങൾ എൻജോയ് കണ്ടില്ലേ? പ്ലീസ്. കുറെ വർഷമായിട്ടിരിക്കുന്ന ചിൽഡ്രൻ ആണ്. ടാസ്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. ചെയ്യാൻ. അതെ, ഞാൻ വെറുതെ പറഞ്ഞു. ഞങ്ങളുടെ കടപിടിയല്ല, അതെന്താ സംഭവം? സിന്ദൂര. അതാണോ? ശരി, ഒരു കാര്യം ചെയ്യാം. മാത്രം ഒരുപാടും കൂടെ ഉണ്ട്. നോക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് നമുക്ക് ചെയ്യാം. എപ്പോ? ഈ ഒരു പ്രോഗ്രാം അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ വൈൻഡപ്പില് ശരി. അപ്പൊ എന്തായാലും ഒരു കാര്യം, ഇപ്പൊ എന്തായാലും ടാസ്ക് ഒന്നും വേണ്ട. നമുക്ക് വൈൻഡപ്പില് ടാസ്കിന്റെ കാര്യത്തിൽ തീരുമാനിക്കാം. നമുക്കിപ്പോ തന്നെ താരവിളയാട്ടം അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മുടെ താരവിളയാട്ടത്തിൽ തന്നെ നമ്മളങ്ങ് പ്രോഗ്രാം പൊളിക്കാൻ പോവാണ്. പിന്നെ ഡബിൾ ധമാക്ക എപ്പിസോഡ് ആയിരിക്കും. ഇതിന്റെ വൈൻഡപ്പിലൊക്കെ എന്റെ സൗണ്ട് പോയി എന്നിരിക്കും. ആരും വിഷമിക്കരുത്, കാരണം അമ്മാതിരി പവറിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ താരവിളയാട്ടത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സോമജിത്ത് കാലിക്കറ്റ്. ഹായ് ചേട്ടാ, കാലിക്കറ്റിൽ നിന്ന് വരുന്നു. അതെ, എന്തുകൊണ്ട് വിശേഷം അവിടെ? നല്ല വിശേഷങ്ങൾ. അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഇന്ന് പെർഫോം ചെയ്യാൻ റെഡി ആയിട്ട് വന്നിരിക്കുവാണ്. അതെ, തീർച്ചയായിട്ടും. എന്നാ ചെയ്യുന്നേ? ഇത് സ്പോട്ട് പാട്ട്. ഓക്കെ. സിദ്ധു ശ്രീറാം എന്ന സിംഗറിന്റെ കുറച്ച് ട്രിബ്യൂട്ട്. ശ്രീറാമിന്റെ സൂപ്പർ ആയിരിക്കും. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു. നമ്മുടെ യങ് ജനറേഷന് കുറച്ചും കൂടെ പുള്ളിക്കാരന്റെ സോങ്സ് ഒക്കെ ഭയങ്കര, ആ വോയിസ് ആണെങ്കിലും അല്ലെങ്കിൽ പാടി വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും പൊളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറുവാർത്ത പേസാത മടിമീത് നീ തൂങ്ങിട് இமை போல நான் காக்க கனவானே மாறிடு மயில் தோகை போலே விரல் உன்னை வருடும் மனபாடமாய் உரையாடல் நிகழும் விழிநீரும் வீணாக இமை தாண்ட கூடாதன துளியாக நான் சேர்ப்பேன் கடலாக கண்ணானதே மறந்தாலும் நான் உன்னை நினைக்காத நாளில்லையே பிரிந்தாலும் என் அன்பு ஒருபோதும் பொய்யில்லையே கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா பொன்னான நெஞ்சே பொன்னான கையால் பூ போல நீவவா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா தண்ணீரா மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரே ராரோ 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 ஆராரிராரோ மறுவார்த்தை பேசாத மடி மீது நீ தூங்கிடு இமை போல நான் காக்க கனவாய் நீ மாறிடு மயில் தோகை போலே விரலுன்னை வருடும் மனபாடமாய் உரையாடல் நிகழும் விழிநீரும் வீணாக இமை தாண்ட கூடாதன துளியாக நாள் சேர்ப்பேன் கடலாக கண்ணானதே மறந்தாலும் நான் உன்னை நினைக்காத நாளில்லையே பிரிந்தாலும் என் அன்பு ஒருபோதும் பொய்யில்லையே
ഗംഭീരായിരുന്നു പറഞ്ഞാൽ ഗംഭീരായിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. അസാധ്യമായിരുന്നു. എവിടെയാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട് സാർ. കോഴിക്കോട് എവിടെ ഞങ്ങള്? കോഴിക്കോട് വെള്ളിപ്പറമ്പ് എന്നൊരു സ്ഥലത്ത്. അത് മെഡിക്കൽ കോളേജിന് അടുത്ത്. ബാപ്പു വെള്ളിപ്പറമ്പിന്റെ ഒക്കെ. അതെ, ബാപ്പുക്കിന്റെ. ഞാൻ വെള്ളിമാട് കുന്നാ. ഞങ്ങൾക്ക് തമ്മിലൊരു വെള്ളിയും എന്തോ ഉണ്ട്. ഞാൻ മാങ്കാവാ. പക്ഷെ ഇവിടെ മാത്രമേ വെള്ളിയുള്ളൂ. അവിടെ നന്നായിട്ട് പാടുന്നുണ്ട്. അവിടെ സ്വർണ്ണോ? അല്ല, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നാള്? അല്ലേ, എവിടെയായിരുന്നു? പാടാറുണ്ടോ അവിടെ? പ്രൊഫഷണൽ സിംഗറാണ്. അവിടെ ഏത് ട്രൂപ്പിന്റെ കൂടെ പോകും? അത് ട്യൂൺസ് എന്ന ട്രൂപ്പ് ഉണ്ടായിരുന്നു മുമ്പേ. പിന്നെ അങ്ങനെ ട്രൂപ്പായിട്ടില്ല. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ പോകുന്നു. ആണോ? പ്രോഗ്രാം ചെയ്യാറുണ്ടോ അവിടെ? നമ്മുടെ ട്രൂപ്പിലെടുത്താലും. അല്ലെ, മറ്റേ ഇതില് ലാലേട്ടൻ ഇതിന്റെ അകത്ത് ചോദിക്കുമ്പോൾ പോരുന്നു എന്റെ കൂടെ വലിയൊരു ആഗ്രഹമാണ്. അല്ല, കാര്യമായിട്ട് വെച്ചാ നമ്മളുടെയൊക്കെ ഷോയ്ക്ക് വരും. ആണോ? അടിപൊളി. പൊന്നാണ നെഞ്ചേ പൊന്നാണ കയ്യാൽ. ഞാനൊരു കാര്യം നമ്മുടെ എല്ലാ ഷോയ്ക്കും ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇക്ക ഇങ്ങനെ ഒരു കാര്യം ഇവിടുന്ന് പറയും. ഇക്ക പറഞ്ഞിട്ടുണ്ടോ ഉറപ്പില്ലാത്ത ഒരു കാര്യം അല്ല, അതല്ല, ഇത് നന്നായിട്ട് വിറ്റ് പോവും. ഫസ്റ്റ് ടൈം ഇത് ചെലവാവും. ഇത് പിടിക്കും. അല്ല, ഇക്കയ്ക്ക് തോന്നി ഹി ഡിസേർവ് ദിസ്. അതുകൊണ്ടാണ് ഇക്ക അതാണ് ഇക്ക. അല്ല, ഞാൻ അതുകൊണ്ടാണ് വേറെ ഇവനൊക്കെ കയറി ചാടി വീണതിന് മുമ്പ് ഞാൻ കൺഗ്രാചുലേഷൻ അളിയാ. ഇനി അങ്ങോട്ടേക്ക് ഒരു പോക്കാണ്. സന്തോഷായില്ലേ? എനിക്ക് അതിലേറെ സന്തോഷമായി. ഇല്ല ചേട്ടാ, ഇക്ക ഗ്യാപ്പ് കിട്ടുമ്പോ ഞങ്ങളുടെ കൂടെ വന്നാൽ ഫ്രീ ആണെങ്കിൽ. സൂപ്പർ. ശരിക്കും ജോലി എന്താ ചെയ്യണെന്നാ പറഞ്ഞേ? പെയിന്റിങ് പോളിഷിന്റെ വർക്കാണ്. സൂപ്പർ. ഇക്ക ശ്രീറാമിന്റെ അടുത്ത് പോയിട്ട് പാടിക്കാൻ പറ്റാത്ത അവരെ കൊണ്ട് പാടിച്ച് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പക്ഷെ അത് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യരുത്. ഈ കഴിവ് മാത്രം നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഈ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ വരുന്ന പല അതേ സാധനങ്ങൾ സുഖമായിട്ട് തൊണ്ടയിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കഴിവ്. അത് ഉപയോഗിക്കുക. സൂപ്പർ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒന്നും പറയല്ല. എന്നാ വെച്ചാൽ ഈ ഒരൊറ്റ പെർഫോമൻസോടെ അങ്ങയുടെ ഫാനായി മാറിയ. സൂപ്പർ. സ്പോട്ട് ഡബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിങ് അല്ലല്ലോ, പാട്ടല്ലേ. അത് വെറുതെ ആ അദ്ദേഹത്തിന്റെ ലിപ്പ് സിംഗാന്ന് മാത്രമല്ല, ആ സംഗതികളെല്ലാം വരുന്നതും ആ സുഖവും അദ്ദേഹം പാടുന്നത് എങ്ങനെയാണ്. ഇങ്ങനെ ഒരാളിവിടെ നിൽക്കും. ചേട്ടൻ വെറുതെ ഇത് കേട്ടോണ്ട് ഞങ്ങളെ പോലെ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. എന്താണെങ്കിലും ഈ ഒരു വേദിയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഡബിങ് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് പാടുന്ന ഒരു കലാകാരൻ കാണാൻ സാധിച്ചത് മനസ്സ് നിറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങ് ചെയ്ത ഈ ഒരു സെഗ്മെന്റ് അമൃത TV പുറത്തേക്ക് വിട്ടാൽ ഉറപ്പാണ് വൈറലാവും. അങ്ങനെക്ക് ഇനിയിപ്പോൾ നിലത്ത് നിൽക്കാൻ സമയമുണ്ടാവില്ല. ഒരുപാട് വേദികൾ വരും. അതിനു മുമ്പേ ബുദ്ധിമാനായ നാദിഷിക്ക ബുക്ക് ചെയ്തത് കൊണ്ട് ആ ഒരു വാക്ക് ഇവിടെ വെച്ച് കൊടുത്തത് കൊണ്ടും അദ്ദേഹത്തിന്റെ പരിപാടിക്ക് പോകും. ബാക്കിയുള്ള സമയത്ത് മറ്റു പരിപാടികളും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അല്ല, എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത് ഇനിയും തുടരട്ടെ. ഒരുപാട് വേദികൾ കിട്ടട്ടെ. മലയാള സിനിമയ്ക്ക് വേണ്ടി പാടാൻ അങ്ങേക്ക് കഴിയട്ടെ. എല്ലാ വിദ്യാർത്ഥികളും പെർഫോമൻസ് നടക്കുമ്പോഴേ അവിടെ സ്ക്രീൻ നോക്കിട്ട് ഒന്ന് ഞെട്ടി ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു ഓരോ തവണ. ഞെട്ടിലോടെ പറഞ്ഞോളൂ പറയാനുള്ളൂ. ശരിക്കും അഭിമാനപൂരിതമാണ് അന്തരംഗം. കോഴിക്കോടുകാരിയെ. അതെ, കാരണം എൻ്റെ നാട്ടുകാരൻ്റെ ജാതകം മാറുന്നത് നേരിട്ട് കാണാൻ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ എനിക്കൊരവസരം ലഭിച്ചു എന്നുള്ളതാണ് ഞാൻ ഇവിടെ വന്നതിൽ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത്. നമുക്ക് ഓരോ സമയമുണ്ടല്ലോ ദാസ. അതെ. അപ്പൊ എന്തായാലും ചേട്ടാ, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു സമ്മാനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇക്ക, യെസ്, ഇക്ക ഓൾറെഡി ഒരു വലിയ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ വകയും ഒരു സമ്മാനം കൊടുക്കേണ്ടതാണ്. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ്. എന്റെ നീലകണ്ഠ, നീ വല്ലതും കഴിക്കേ. നിന്നെ പോലുള്ള ആൾമാർ തന്നെ നല്ല പൊക്കവും വണ്ണവും വെച്ച് നിൽക്കുക. നീ മാത്രമേ ഉരുണ്ട് നിൽക്കുക. കഴിക്കുമല്ലോ, ഒന്ന് അങ്ങോട്ട് കഴിക്കാം. ഇടാ കൊഞ്ഞ, നീ കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ട്. നീ ഒന്ന് കഴിക്കുന്നേ. ഷാജി, നീ ഏത് സമയം ഇവിടെ കിടന്ന് കറങ്ങാതെ എന്തുമാത്രം വീട്ടിൽ കാര്യങ്ങൾ കിടന്ന്
അവിടെ കാട് പിടിച്ച് കിടക്കുന്നത് നീ കണ്ടായിരുന്ന? എടാ ഒരു പാമ്പിറങ്ങി വന്നു അവിടെ നിന്ന്. എടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ മറ്റേ ഈ കുടുംബശ്രീ പമ്പ് പെണ്ണുങ്ങൾ കളിക്കാൻ വരുന്ന പണിക്ക് വന്നവനല്ല, ഈ ആനയെ നോക്കാൻ വേണ്ടി വന്നവനാ. എടാ ആനയെ നോക്കാൻ വന്ന്, എന്നാലും ആ പാമ്പ് ഒന്ന് ആനയെ കടിച്ചെങ്കിൽ അപ്പഴേ അവിടെ നിന്ന് വൃത്തിയാക്കി ഇട്ടൂടെ നിനക്ക്? അതിനായമായിട്ടുള്ള കാര്യം അപ്പുറം വെളുത്തുള്ളി ഇരിപ്പുണ്ട്. വെളുത്തുള്ളി വെളുത്തുള്ളില്ല, അടുക്കളയിൽ ചിലപ്പോൾ ഇച്ചിരി തക്കാളിയും ഇച്ചിരി പച്ചമുളകും വല്ലതും കാണും. പരിപ്പ് വേണോ? അറിയോ? പരിപ്പ് നോക്കാം. അതും ഇച്ചിരി ഇട്ട് ഒരു സാമ്പാറുണ്ട്, ഇച്ചിരി ഇഡലി എടുത്ത് നിങ്ങൾ ആ പാമ്പിന് കൊണ്ട് കൊടുക്കും. ചില പോകുന്നു ഞാൻ അതല്ല പറഞ്ഞു മുതലാളി. അതായത് ഈ നമ്മുടെ ഈ വെളുത്തുള്ളി ഇല്ലേ, അത് ചതച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പാമ്പ് വരത്തില്ലെന്ന്. നീ അങ്ങോട്ട് ചെയ്യടാത്. ഒന്ന് മാറി നിൽക്കുക. ആന നിങ്ങട്ട് ചവിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞ. ഒരു കാര്യം പോലും ആനയുടെ കാര്യം നിങ്ങൾ നോക്കുന്നില്ല. അതിനൊക്കെ നിങ്ങളുടെ മകള് ശ്രുതിക്കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ആ പെണ്ണിന്റെ പേര് ഇവിടെ പറയരുത്. ആ ശ്രുതി എന്റെ മോളല്ല. ആഹാ, അപ്പൊ വേറെ സെറ്റപ്പാ. അതല്ല പറഞ്ഞത്. ഞാൻ അവളെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു മല്ലെന്ന് ഞാൻ ശപഥം ചെയ്തു. ഇങ്ങനെയൊന്നും പറയില്ല നിങ്ങളുടെ. ഞാൻ പറയും. എടാ ഈ തറവാട്, ഈ ആനക്കാട്ടിൽ ഭഗീരഥൻ പിള്ള നല്ലൊരു ബന്ധം എന്റെ മോക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. പക്ഷെ അത് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗുണ്ടയുടെ പിറകെ പ്രേമെന്ന് പറഞ്ഞ് ഒളിച്ചോടി പോയി. എന്റെ വിലയാണ് അവിടെ പോയത്, അറിയാമോ? പിന്നെ ഇനി അവളെ ഞാൻ ഈ കുടുംബത്തിൽ കയറ്റില്ല. എനിക്ക് വന്നാലും കേട്ടത്തില്ല. അത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ കാര്യം എന്നാ നോക്കിക്കോണം. ഇനി എനിക്കുള്ള സ്വത്തെല്ലാം എന്റെ മകനുള്ളതാണ്. മകൾക്ക് ഞാൻ ഒരു തുള്ളി സ്വർണമോ സ്വത്തോ കൊടുക്കില്ല. അങ്ങനെ ഒരു മോൾ എനിക്ക് വേണ്ട. മുതലാളിയേ, വരുന്നുണ്ട് കേട്ടോ. വരണ്ടെന്ന് പറ. പിന്നെ നിങ്ങൾക്കത് പറ. ഇത്ര നേരം അത് വരാൻ വേണ്ടി ഞാൻ കിടന്ന് വെള്ളം വിട്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പഴാ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാവൂ. എടാ തിരിച്ചു പോകാൻ പറ. എടാ ഇതന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സാധനമാണ്. റിട്ടേൺ അടിക്കാൻ നേരത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് കാണണ്ട. നിങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആനയ്ക്ക് വീണ്ടും ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നീ എന്തൊരു കാര്യമായി പറയണേ? വരട്ടെ ഇങ്ങോട്ട് പോട്ടെ. നേരെ ഇങ്ങോട്ട് പോട്ടെ. സൈഡ് പിടിച്ച് പോട്ടെ. ഇങ്ങോട്ട് പോട്ടെ. ഞാൻ പിണ്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇല്ലല്ലേ പറഞ്ഞു? അയ്യോ ശ്രുതിക്കുഞ്ഞ്, ഞങ്ങളിപ്പോ പറഞ്ഞ് നാക്കെടുത്ത് വായിക്കാത്തോട്ട് ഇട്ടതേ ഉള്ളൂ. ആര് പറഞ്ഞില്ല ഈ പേര് ഞാൻ ഇവിടെ ഉച്ചരിക്കില്ല. ആരാ പറഞ്ഞത്? അല്ല അങ്ങനെ മകളല്ലേ ഒന്നുമില്ല. ഇറങ്ങാൻ പറ. അങ്ങനെ ആരും അങ്ങനെ സ്നേഹവും പറഞ്ഞു ഇവിടെ വരണ്ട. അതെ, ഞാൻ സ്ഥിരതാമസത്തിന് വന്നൊന്നുമല്ല. ഒരു കാര്യം അറിഞ്ഞു, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ട് വന്നത്. എന്തോന്ന് ചോരടാ. എനിക്കും കൂടെ അവകാശപ്പെട്ട വീടും സ്ഥലവും സ്വത്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് എന്റെ ചേട്ടന്റെ പേരിൽ മാത്രം എഴുതി കൊടുക്കുവാന്ന് ഞാൻ അറിഞ്ഞു. അത് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കും ഈ സ്വത്തിലൊക്കെ അവകാശമുണ്ട്. എനിക്കും വിഹിതം വേണം. കുറെ വേണം. എടാ എന്നെ ധിക്കരിച്ച് ഇറങ്ങി പോയതാണ് ഇവള്. ഇവക്ക് വേണ്ടി ഞാൻ ഒരു സ്വത്തും കൊടുക്കില്ല. സകല സാധനം എന്റെ മകന് വേണ്ടി ഞാൻ കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? 2 മക്കളുണ്ട്. ഞാനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. അപ്പൊ എനിക്കും കൂടെ അവകാശപ്പെട്ടതാ. ഈ ആനക്കാട്ടിൽ ഭഗീരഥൻ പിള്ളയാണ് പറയണത്. എന്റെ സ്വത്ത് മുഴുവൻ എന്റെ മോനാണ്. മോക്ക് ഞാൻ ഒരു പുണ്ണാക്കും കൊടുക്കൂല. അതെ, ഈ ആനക്കാട്ടിൽ ഭഗീരഥൻ പിള്ളയുടെ മോളാണെങ്കിൽ ഈ ആനക്കാട്ടിൽ നിന്ന് സ്വത്ത് മുഴുവൻ മേടിച്ചിട്ടേ ഞാനും പോകും. ഒരു മരുമോൻ എന്ന് പറഞ്ഞു. മരുമോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്തസ്സായിട്ട് ഒരാളുടെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റൂല. വെറും ഒരു ഗുണ്ടയാണടാ ഭർത്താവെന്ന് പറഞ്ഞു കൊണ്ടുനടക്കണം. അറിയാമോ? എന്റെ ചേട്ടനെ വല്ലതും പറഞ്ഞായിരിക്കും. ഞാൻ ഒറ്റക്കൊന്നും അല്ല വന്നേക്കുന്നത്. എന്റെ ചേട്ടനും എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഏത് കൊണ്ടാണല്ലോ അവനിങ്ങോട്ട് വരട്ടെ. ഇവിടെ കല്ലടിച്ച് ആ വിളിക്കാല്ലോ. ആരാന്നറിയില്ല. ചേട്ടാ വാ. ഞാൻ ഗുണ്ടയാന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ എവിടെ വെച്ചാൽ പഴം പുഴുങ്ങിയതിൽ നിന്ന് കഴിഞ്ഞാൽ ഗുണ്ടയായി എനിക്കതൊരു ക്ഷീണ. ഞാൻ പറഞ്ഞിട്ടാ ആനക്കാട്ടിൽ ഭഗീരഥ പിള്ള സകല നാട്ടുകാർക്കും അറിയാം. എന്റെ മരുമോനായിട്ട് കാണിക്കാൻ പറ്റിയതാണോടാ ഇത് ഐറ്റം. നോക്കിയാണ് 10 മാസമായിട്ട് വർഷാപ്പിൽ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവൻ അത് മതിയാക്കിയിട്ട് അവൻ ഗുണ്ടാമണിക്ക് പോകുന്നു. എന്റെ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. പഠിച്ച പണി ചെയ്. പഠിച്ച പണി അതിനൊക്കെ ഒരു അന്തസ്സാണ്. നിങ്ങൾ ആ രീതി സംസാരിക്കുന്നത്. പഠിച്ച പണികൾ മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മനസ്സിനൊരു ഇഷ്ടം കൂടെ വേണം. സിനിമ നടൻ മമ്മൂട്ടി, പുള്ളി എന്താണ് പഠിച്ചത്? പുള്ളി എന്നാ പഠിച്ചത്? വക്കീൽ പണിയല്ല പുള്ളി പഠിച്ചത്. പുള്ളി എന്നിട്ട് ചെയ്യണത് ഏതാ? സിനിമ നടനായിട്ട് അഭിനയിക്കുമല്ലേ? അതെ. എന്താ കാര്യം? അത് ഓരോ മനുഷ്യന്റെ ഇഷ്ടമുണ്ട്, ഒരു പാഷൻ ഉണ്ട്. അതിനകത്ത് ഒരു 10 രൂപ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ സുഖം വരെ. ഇതേ ഞാൻ അവനെ കുറ്റം പറയില്ല, ഞാൻ അവളെ പറയത്തുള്ളൂ. ഇവിടെ രാജകുമാരിയെ പോലെ ഈ തറവാട്ടി കിടന്ന പെണ്ണ് ഇപ്പൊ കിടക്കുന്ന വീടൊന്ന് കാണണം. ഇവന്റെ വീട് എന്റെ പൊന്ന് ഷാജി ചെന്ന് കയറാൻ പറ്റത്തില്ല. ഫുള്ള് നായ്ക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന സകല സാധനത്തിന് ഇവൻ കൊണ്ടിടുന്നു. അത് പെറ്റി വരുന്നു. ഇപ്പൊ തന്നെ 100-150 നായായി. അറിയാമോ? ശകലമെങ്കിലും ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ആ നായെ പിടിച്ചൊന്ന് വന്ധീകരിച്ച് വിടേണ്ട ഒരു മര്യാദ അവൻ കാണിക്കും.
കാണിക്കണ്ടേ? പറയുന്ന കേക്കടോ. ഈ പട്ടിയെ പിടിച്ച് ബന്ധീകരിച്ച് വിട്. മുനിയങ്ങാതി മനുഷ്യനാണെങ്കിൽ മൃഗമാണെങ്കിൽ അതിനെ പിടിച്ച് ചന്തീകരിച്ച് കഴിഞ്ഞാൽ അത് നാളെ ഒരു സമയത്ത് അത് കുത്തിയിരിക്കണേ എന്ത് ചെയ്യും? എടാ ചന്തീകരിക്കാനല്ല പറഞ്ഞ, വന്ധീകരിക്കാനാ പറഞ്ഞത്. അയ്യോ ഞാനവിടെ ഈ പട്ടിയുടെ ചന്തീകരിച്ചിട്ട് നമ്മൾ മെഴുകുതിരി കുത്തി വെക്കണ വെക്കണ്ടേ? ഇവന്റെ എന്നാ കോലോ എനിക്കറിയാം അതല്ലടാ, ഇവിടെ ഞാൻ കയറ്റിയാലും ഉണ്ടല്ലോ എന്റെ അപ്പച്ചി, ഈ സ്വത്തിന്റെ എല്ലാം അവകാശമുള്ള അപ്പച്ചിക്ക് ഇവന്റെ പേര് പറയുമ്പോ ആ നിമിഷം ചൂടാവും. അറിയാം, അപ്പച്ചീന്നല്ല വിളിക്കണം, അപ്പച്ചട്ടിന്ന് വിളിക്കുക. ചുമ്മാ ചൂടാവും. അപ്പച്ചി വല്ലതും പറഞ്ഞോണ്ടല്ലോ അങ്ങനെ പേര് പോലെ ഞാൻ കടിച്ചെടുക്കൂടോ. അടിച്ച് ചെവിക്കലടിച്ചാൽ പൊട്ടിക്കും. നീ ചോദിച്ചു മേടിക്കാടാ, നീ ചോദിച്ചു മേടിക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാത്ത അടിക്കരുത്. അടിച്ചാൽ എനിക്ക് പല്ലുവേന എടുക്കും. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം ചിരിയും വരുന്നുണ്ട്, ഒരു ആനയും കൂടെ ഇവിടെ നിൽക്കുന്നത്. അല്ല ഈ നിങ്ങൾ ഈ മീശ ഇങ്ങനെ വെച്ചേക്കുന്നതിന്റെ സംഭവം ഇതിന്റെ വേറെ ആനയോ? അതെ, അപ്പൊ ഓട്ടോറിക്ഷയിൽ സിസർ രണ്ട് സൈഡിൽ കെട്ടി വെച്ചിട്ട് ആനയാണോ? നീ വേറൊന്നും പറഞ്ഞു എന്റെ നീലകണ്ഠൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മുതലാളിയുടെ കേട്ടല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ മീശ അല്ല ശരിക്കും നീ എന്താ ഉദ്ദേശിക്കുന്നത്? മീശ കൊണ്ട് എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ദേഷ്യം വരും. വീട്ടിലുള്ളവരെ നമുക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടുകാരൻ ചേട്ടനെ അനിയനും പെങ്ങന്മാരെയൊക്കെ വെട്ടാൻ പറ്റുമോ? പിന്നെ ആ സമയത്ത് ഞാൻ ഈ മീശ സൈഡിലേക്ക് ഒന്ന് ഊടി വീഴും, ഒന്ന് ഊതി വിടും. ഈ കാറ്റിങ്ങനെ മീശക്കട സഞ്ചരിച്ച് ഇതിന്റെ തുമ്പിലെത്തുമ്പോ ഇതിന്റെ തുമ്പറ്റുണ്ടല്ലോ രണ്ടനക്കം അനക്കപ്പോ എന്റെ ചെവിക്കകത്ത് കയറി ഒരൊറ്റ അനക്കമാണ്. ആ അനക്കത്തിന് എനിക്കൊരു ചെറിയൊരു സുഖം കിട്ടും. ഞാൻ നേരെ പെരുവിരലങ്ങ് നിൽക്കും. ആ പെരുവിരലിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ദേഷ്യം പോകും. മീശ പിരിച്ചെന്നും പറഞ്ഞ് ആണാവൂല. നീ കേൾക്കാൻ പറയുന്നത് മീശ പിരിച്ചാൽ ആണാവൂല. അത്ര ആണത്തമുള്ളവനാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ എന്റെ നീലകണ്ഠൻ അടുത്തൊന്ന് വരാൻ പറടാ. അതാരാ നീലകണ്ഠൻ? ഈ ആന. അതെന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നീലകണ്ഠൻ ഇറങ്ങി നിൽക്കുക. പരിചയമില്ലാത്തൊരു അടുത്തോട്ട് ഇന്ന് പണി കിട്ടുന്നു. നീലകണ്ഠൻ എത്ര അടഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ നീലകണ്ഠനെ എന്റെ ഈ കയ്യിൽ കിടന്നാ വളർന്നത്. അതുകൊണ്ട് എന്റെ ഭർത്താവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീലകണ്ഠൻ എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യൂല. നിങ്ങൾ ആവശ്യമില്ലാത്ത പണി കാണിക്കലും മാറി നിൽക്കട്ടോ. ധൈര്യമായിട്ട് വേണമെങ്കിൽ വിളിച്ചോണ്ട് പോ. ചുമ്മാ കിടവിടെ എന്റെ മുമ്പ് ഷൈൻ ചെയ്യാൻ. അച്ഛൻ വെറുതെ എന്റെ അടുത്ത് വാശി കാണിക്കല്ലേ. വിളിക്കരുത്. പിന്നെ ഈ മുഖം നിറച്ച് പൂടയുള്ളവനെ പിന്നെ അമ്മാന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടുന്ന് ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ നീലകണ്ഠന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. അയ്യോ ചേട്ടൻ ധൈര്യമായിട്ട് ചെല്ല്. നീലകണ്ഠൻ ഒന്നും ചെയ്യത്തില്ല. ചെല്ല്. ഞാനല്ല ഈ ശ്രുതിയല്ലേ പറയുന്നത്. ചെല്ല്. അതെ ചെല്ല്. ഞാൻ പോകണം. ചെല്ല്. ഒന്നും ചെയ്യൂല. പിന്നെ പേടിക്കണം എന്തിനാ? അങ്ങോട്ട് പോ. ഞാൻ ഗുണ്ടയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കാ. ചെല്ലങ്ങോട്ട്. എന്തുകൊണ്ട് ഞാൻ ആണുങ്ങളെ വേണമെങ്കിൽ വെട്ടി താഴെ ഇടും. എന്നാലും കൈ കൊണ്ട് പതുക്കം തൊട്ടെ. ഒരു കാര്യം ഞാൻ ഞാൻ ഇവിടെ നിന്ന് മുള്ളിക്കഴിഞ്ഞ് എന്നെ പിടിച്ച് കളിയാക്കട്ടോ. രണ്ടുപേരും അവിടെ അടങ്ങി കാണണമല്ലോ ധൈര്യം. നീലകണ്ഠ ഗുണ്ട കാണിക്കുന്ന കാട്ടായം കണ്ടോ? അയ്യോ മുന്തിരിങ്ങ. അയ്യോ കണ്ണാ എന്നെ നല്ല ഓർമ്മയുണ്ട് എന്റെ നീലകണ്ഠന്. നീ എന്തോ നീ എന്തോണ് പറഞ്ഞത്? ഇത് വരണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ അവനെ കൊല്ലുന്നൊക്കെ പറഞ്ഞത്. നേരത്തെ വരണ്ടൊക്കെ നിന്ന് അതോടെ കൊഞ്ചു കുഴയുന്നു. അതോടെ നിന്നുണ്ട്. എപ്പോഴും വീടിന്റെ അകത്തും പുറത്തും ഒക്കെ കിടന്നല്ലേ റീൽസ് എടുക്കുന്നത്. നമുക്ക് ഈ ആനയുടെ മുമ്പിൽ നിന്ന് റീൽസ് എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്താലോ? ചെയ്യോ? എടുക്കട്ടെ ഞാൻ ഒരു ചെള്ള് റീൽസ് എടുക്കട്ടെ. ഡാൻസ് ചെയ്യാം. അത് കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഡാൻസ് ചെയ്യണം. അതിന്റെ അടിയിൽ കൂടെ പോണം. അടിപൊളി അടിപൊളി. നോക്ക് സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ട് നോക്ക് അവന്റെ കോലം. എടുക്കണായിട്ടുണ്ട്. നീലകണ്ഠ, ഇതിന് ഞാൻ നിന്നെ സമ്മതിച്ചു. നീ ബുദ്ധിയുള്ളവനാണ്. നിനക്കും ഇഷ്ടമല്ലല്ലേ ഇപ്പൊ വന്ന മരുമോനെ? അങ്ങനെ അങ്ങനെ ഇനി വരുമ്പോഴേ ചവിട്ടി ഇതുപോലെ ഓടിക്കണം കേട്ടാ. മിടുക്കൻ മിടുക്കൻ. അപ്പോഴാണടാ നീ എന്റെ ചെറുക്കനായത്. നിന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ നിന്റെ അപ്പനെ അഭിമാനിച്ചു, നിന്റെ ആനക്കാരനെ അഭിമാനിച്ചു.
ഇവൻ മൃഗമായി ഇവൻ എന്നെ അപമാനം. ഇത് ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല ഞാൻ. അതിന് നിനക്കറിയാലോ ദേഷ്യം വന്ന എന്റെ സ്വഭാവം നിനക്കറിയാലോ. അയ്യോ വേണ്ട, ദേഷ്യം വരണ്ട. വേണ്ട കുർത്തക്കാട് കാണിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി അല്ല. വേണ്ട 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 വേണ്ട. ഈ പുള്ളി എന്നാ കാണിക്കുന്നേ? തുമ്പിക്കൈ പിടിച്ച് കളിക്കരുത്. അയ്യോ, അത് ചെറുതായിട്ട് ഇടഞ്ഞിരിക്കണോ? കാണിക്കുന്ന പ്രാന്ത് പിടിച്ചവൻ. പൊറോട്ട ഞാൻ ഇറങ്ങി നല്ല ടേസ്റ്റ് കേട്ടോ. നീ എന്റെ നീല ആനെ കടിച്ചിട്ട് നിങ്ങൾ ഇത് തിരിക്കുവാണോ? നീങ്ങി വാ, നീങ്ങി വാ, അങ്ങോട്ടൊന്ന് നോക്ക്. എടാ, മക്കളെ നീരേണ്ട, നീ മിടുക്കാനാടാ. ആദ്യം അവന്റെ മുണ്ട് പറിച്ചു, ഇപ്പൊ അവന്റെ മീശ പറിച്ച് മിടുക്കാൻ. കാര്യം പറഞ്ഞ ഒരു സൈഡ് പോയി. ഞാൻ ആദ്യം പറഞ്ഞതാണോ നീലകണ്ഠ അടുത്ത് കളിക്കരുത് കളിക്കരുതെന്ന്? കളിക്കരുതെന്ന് പറഞ്ഞതാണോ? അല്ല, നിങ്ങൾ ആശ്രയിച്ച് വർത്താനം കാണിക്കരുത്. ഞാൻ 20 വർഷമായിട്ട് കരടി നായി തേച്ചുണ്ടാക്കി വളർത്തിയെടുത്ത മീശയാണ് നിന്റെ ആന കടി കളഞ്ഞ്. ആനപ്പക പോലെ എനിക്കുണ്ടാ പക. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന്. നീ എപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ നീ അല്ലടി പറഞ്ഞ ചെന്ന് മുട്ട് ഒരു കുഴപ്പമില്ല നിന്റെ കൈ കിടന്ന് വിളിച്ചോണ്ട് ഇറങ്ങടി മീശ ഇല്ലാത്തവരെ അങ്ങനെ ഞാൻ ഇറങ്ങുന്നൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ട പൈസ ഞാൻ മേടിച്ചിട്ട് ഇവിടുന്ന് പോകും. അച്ഛൻ എന്താ അവകാശം? പള്ളി പോയി പറഞ്ഞാൽ മതി. അച്ഛനല്ല ആരാണെങ്കിലും ഞാൻ മേടിച്ചിട്ടേ പോകും. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒറ്റപ്പാടും തോളം ഉണ്ടാക്കുന്നത് ഞാൻ ഒറ്റപ്പാടും ഉണ്ടാക്കും. നിങ്ങൾ മാറി എനിക്ക് ചിരി വരുന്നു. സത്യം പറയാലോ. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഇതിനൊരു തീരുമാനം. ഇപ്പൊ ഓക്കെ ഒന്നും പറയണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ പോകും. ഇതെന്നാ സംഭവം അറിയോ? ഈ അച്ഛൻ ഈ കിടന്ന് ഈ ചാടുന്ന ചാട്ടവും വെള്ളവും ഒക്കെ ഉള്ളൂ. അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്ത് ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തീർന്ന പ്രശ്നമേ ഉള്ളത്. ഇതിനോട് താനീ കാണിച്ചോണ്ട് പച്ചലേ കടിച്ചു സൈഡിൽ എന്തെങ്കിലും പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഗുമ്മു വരില്ല. എന്റെ ചേട്ടാ, ഇവര് പറഞ്ഞ സത്യം. എനിക്ക് വരെ ചിരി വരുന്നു. പോടുന്നു. അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കരഞ്ഞു ഒന്ന് സോപ്പിട്ടെ. സ്വത്തുമായിട്ട് ഇവിടുന്ന് പോകാം. അതുകൊണ്ടായി പറഞ്ഞത്. കിട്ടുമോ? പോയിക്കോ. സോപ്പിടാൻ ഞാൻ എന്ത് എന്റെ സ്വഭാവം ഇങ്ങോട്ട് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ, നോക്കൂലടി. ഇങ്ങോട്ട് നോക്കാൻ. എനിക്കിങ്ങനെ മോളിലടി. അച്ഛാ, കിഴങ്ങ നോക്കാം. അച്ഛാ, അച്ഛാ, എനിക്ക് സ്വത്തൊന്നും വേണ്ട അച്ഛാ. എനിക്ക് അച്ഛന്റെ ഈ സ്നേഹം മതി അച്ഛാ. അങ്ങനെ പറയട്ടെ. ഈ സ്വത്തല്ല പിന്നെ ഞാൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ സകല സ്വത്ത് നിനക്കുള്ളതാണ്. ആധാരം വിളിച്ചോളൂ. ഇപ്പൊ എന്റെ സ്വത്ത് മൊത്തം ഞാൻ നോക്ക് തരും. വേണ്ടച്ചാ, അച്ഛനാ വേണ്ടച്ചാ. ഞാൻ ഈ കുട്ടികളോട് പോയതല്ലേ, അച്ഛന്റെ വാക്ക് ധിക്കരിച്ച്. അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ടച്ചാ, എനിക്ക് ഒന്നും വേണ്ട ഇവിടുന്ന്. നീ എന്താ വർത്താനേ പറഞ്ഞ? നീ ഒന്നും വേണ്ടാന്നോ? നമ്മൾ അവിടെ നിന്ന് എന്നാന്ന് പറഞ്ഞാ വന്നേ? അയൽക്കൂട്ടിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ചിട്ടല്ലേ വന്നേ? ഇവിടുന്ന് ഒന്നും മേടിക്കാൻ പോയി അങ്ങനെ തിരിച്ചു കൊടുക്കുന്നേ? അതെ, എനിക്ക് വേണ്ട. എനിക്ക് അച്ഛന്റെ ഈ സ്നേഹം മാത്രം മതി. എടി, അച്ഛന്റെ സ്നേഹം കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ജീവിക്കാൻ പറ്റുമോ? കൊച്ചിന് ട്യൂഷൻ കൊടുത്തല്ലോ ഈ മാസത്തെ. മക്കൾക്ക് സ്വത്തൊന്നും വേണ്ടല്ലോ. ഇതാണ് എന്റെ മകള്. എന്റെ ശ്രുതി എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ബാബ എനിക്ക് തിരിച്ചു കിട്ടി. വേണ്ട കേട്ടോ, എനിക്ക് സ്വത്ത് വേണ്ട. ഒരു കാര്യം നീ മറിക്കും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് നിങ്ങളുടെ മകളാണെങ്കിൽ, ഇത് എന്റെ ഭാര്യയാണെങ്കിൽ, ഈ നിൽക്കുന്ന ആനക്കാരനാണെങ്കിൽ, എന്റെ ഭാര്യക്ക് കിട്ടാനുള്ള സ്വത്ത് മൊത്തം കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകൂല. അവക്ക് വേണ്ടെന്ന് പറഞ്ഞ പിന്നെ നിനക്ക് എന്താ ഇത് സ്വത്തിന് വേണ്ടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവനെ മീശ വലിച്ചു കൊടുത്തവനാ. എന്റെ ഭാര്യക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാതെ ഞാനിടുന്ന് പോകില്ല, പോകില്ല, പോകില്ല. മിടുക്കൻ നീലകണ്ഠൻ, മിടുക്കൻ നീലകണ്ഠൻ. നീ എന്താണ് പറഞ്ഞത്? കിട്ടേണ്ടത് കിട്ടിയാലേ ഇവിടെ നിന്ന് പോവുള്ളൂ. ഇപ്പൊ കിട്ടിയല്ലോ, കിട്ടിയല്ലോ. കിട്ടി. ബാബാ, ഇനി പോവാ നമുക്ക്. തലമ്പിട്. അച്ഛാ, കുഴമ്പ് മേടിക്കാനെങ്കിലും ഒരു ഇറങ്ങണ ഇവിടെ നിന്ന്. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നമുക്ക് താരവിളയാട്ടത്തിൽ ഒരു ധമാക്ക പെർഫോമൻസ് കൂടെ കാണാം. അതൊക്കെ ആവാം. അപ്പൊ എന്തായാലും താരവിളയാട്ടത്തിൽ മറ്റൊരു ധമാക്ക പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിനു ചേരമ്പാടി. ഹലോ. ആദ്യത്തെ തവണ അല്ല ഇവിടെ വരുന്നതെന്നുള്ളത് അറിയാം. രണ്ടാമത്തെ തവണയാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ റെഡിയാണ് പെർഫോമൻസ് കാണാൻ വേണ്ടി. ചേട്ടാ റെഡി? വിളിച്ചോ. നമ്മൾ ഹോളിവുഡ് നടൻ മാധവന്റെ തമിഴ് സിനിമയിൽ അലേപ്പായുധേ മൂവിയിലെ. ഓക്കെ. சத்தே நான் ஒன்று விரும்பல
உன் மேலே ஆசைப்படல, நீ அழகா இருக்கணும்னு நினைக்கல. ஆனால் இதெல்லாம் நடந்துருன்னு பயமா இருக்கு. சொல்லு சத்தே. നൈസ് 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 അടുത്തതായി നമ്മുടെ തലപതി എന്ന സിനിമയിൽ മമ്മൂക്ക തമിഴ്. ഓക്കെ. கல்யாணம் செலவில் நாங்கள் துணி சாப்பாடு செலவில் உங்களோட ஒரு நல்ல நாளாக குறித்து உங்கள் பொண்ணை அனுப்பி வைங்க. என் நண்பன் சூர்யா எனக்கு கூட பிறந்த மாதிரி. சூர்யாவை நீ லவ் பண்ணுறியா? அவனை கல்யாணம் பண்ண நீ ஆசைப்படுறியா? കല്യാണത്തെ എപ്പോൾ വെച്ചിக்கலாம்? വാവ്, സൂപ്പർ സൂപ്പർ, കൊള്ളാം. ഓക്കെ, ഇനി അടുത്ത ആരുടെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? അടുത്ത നമ്മളെ സൂര്യൻ്റെ. ഓക്കെ, ശരി. സൂര്യ സാറിന്റെ വോയിസ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. வந்திருக்கேன் சார். எல்லாருமே என்ன உள்ள சார் பிரியாவில் பார்க்கலான்னு ஓடி வந்தேன் சார். இவங்க யாருமே என்ன உள்ள சார். காலேஜில் பார்த்த என்னுடைய பிரியாவுக்கும் இப்போ பார்க்குற என்னுடைய பிரியாவுக்கும் நிறைய வித்தியாசம் இருக்கு. பிரியா அமெரிக்காவுக்கு போகிறேன்னு சொன்னாங்க. புத்திசாலிங்க எல்லாரும் படித்து அங்கே வேலை வாங்கி அது உள்ள டேக்ஸ் கட்டுவீங்க, அது ஒரு நல்லா இருக்கும். இங்கே படித்து இங்கே வேலை வாங்கி இது உள்ள டேக்ஸ் கட்டல, இது ஒரு நல்லா இருக்கும். நானும் நல்லா இருப்பேன்ல. இனிமே இருக்கிற வாழ்க்கை பூரா போகக்கூடிய நான் வாழணும் பிரியா. என்னை மறந்துடாது பிரியா. ഓക്കെ, നൈസ്. അപ്പം ഇനി നമുക്ക് ആരുടെയാണ്? സൂര്യ സാർ വരെ കേട്ടു. അപ്പൊ അതുപോലെ സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ ഇനിയും ഒരുപാടുണ്ടോ? നമ്മൾ പഴയ അജിത് സാറിൻ്റെ പഴയ കാതൽ കോട്ടை എന്ന് പറഞ്ഞ സിനിമയിൽ അജിത് സാർ. இங்கே பாரு பிரியா, ஒன்று கேட்குறேன்னு தப்பாக நினச்சிக்காத. அதாவது நீங்கள் யாரும் தேடி வந்தீங்க, கடைசி வரைக்கும் அவங்கள பார்க்காம போகிறீங்க. உங்களுக்கு நான் ஹெல்ப் பண்ணுறேன். உங்கள் ஃபோன் நம்பர் அட்ரஸும் கொடுத்தேன்னா அவங்க எங்கே இருக்கான்னு கண்டுபிடிச்சி உங்களை நான் கூப்பிட்றேங்க. எனக்கு எதுவும் வராது, அதனால தான் நான் சொல்கிறேன். തമിഴ് മാത്രമേ ഉള്ളൂ അതോ ഇനി മലയാളത്തിലേക്ക് വല്ലതും കിടക്കുമോ? മലയാളത്തിൽ നമ്മുടെ ഭാഗ്യരാജ്, ഡയറക്ടർ ഭാഗ്യരാജ് സാർ. ശരി, ഭാഗ്യരാജ് സാറിന്റെ വോയിസ് ആണ് കേൾക്കാൻ പോകുന്നത്. எல்லாருக்கும் வணக்கம். சத்தியமாக சொல்லிக்கிறேன். அதாவது என் கொல்லி பாட்டி அடிக்கடி சொல்லுவாங்க, நான் ஒரு பெரிய ஆளானா ஒரு ராஜகோட்டாரத்தில் வேலை செஞ்சு அந்த ராஜகுமாரியை கல்யாணம் பண்ணி சந்தோஷமாக இருப்பேன்னு சொல்லுவாங்க. உன்னையை பார்க்கும்போது கூட ஒரு ராஜகுமாரி மாதிரி இருக்கு. என் கொல்லி பாட்டி சொன்ன மாதிரியும் இது ஒன்றா பார்க்கும்போதும் அந்த கனவு நிஜமாயிருமோன்னு நான் நினைக்கிறேன். അപ്പൊ വിനു ചേട്ടാ, എന്താണ് നമുക്ക് ഇനി അടുത്ത പെർഫോമൻസ്? ഉലക നായകൻ കമലഹാസറിന്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം അബ്രാമി എന്ന് വിളിച്ചൊരു സീനുണ്ട്. അപ്പോൾ അത് அபிராமி அபிராமி எல்லாரும் என்ன அடிக்கிறாங்க. அபிராமி எனக்கு வலிக்குது. அபிராமி வலிக்குது. இந்த மனுஷனுகள் எல்லாமே சரியில்லை. அபிராமி எல்லாரும் என்னை அடிக்கிறாங்க. அபிராமி குயில் குயில், இங்கே ஒரு குயில் தனி மரமாக கிடக்குது குயில். ஆனால் இந்த மனுஷமாருங்கெல்லாம் சேர்ந்து அந்த குயிலை சுட்டுட்டாங்க. அப்புறம் ரோசிலி வேணாம், அபிராமி போதும். அபிராமி அபிராமி நாளைக்கு பௌர்ணமி இல்லை, நாளைக்கு தான் உன் கழுத்தில் தாலி கட்டுவேன். ஒரே கொண்டாட்டமாக இருக்கும். இனிமேல் நம்மளை யாருமே ஒன்றும் பண்ண முடியாது. விடுதலை விடுதலை விடுதலை. எனக்கு உண்டான காயம் அது தன்னால் ஆறிடும். அது என்ன மரமாக தெரியல, என்ன வேதம் தெரியல, எனக்கு மட்டும் ஒன்றுமே ஆக மாட்டேங்குது. அபிராமி அபிராமி மானயத்தை என்னெல்லாம் போட்டுங்க. இது காதல், அதையும் தாண்டி புனிதமான காதல். സൂപ്പർ സൂപ്പർ സൂപ്പർ. പൊളിച്ച്. താങ്ക് യു സാർ. എനിക്ക് തമിഴ് ആർട്ടിസ്റ്റുകളുടെ എല്ലാവരും ശബ്ദം ചെയ്യും അല്ലേ? അത് ചെയ്യും സാറേ. ആണോ? കൃത്യമായിട്ട് ശരിക്കും നമുക്കേ ഈ ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ലൊരു ആക്ടർ അല്ലെങ്കിൽ ഈ മോഡുലേഷൻ ഒന്നും കിട്ടില്ല. ആ സാർ, ഇത് നല്ലൊരു ആക്ടറാണ്, അത് സ്വന്തം സംഭവിച്ചോ? അതെ അതെ, പെർഫോമൻസിന്റെ കാര്യത്തിൽ ഞാൻ പറയണമെങ്കിൽ പെട്ടെന്ന് വളരെ കൂളാണ് ഇദ്ദേഹം. പക്ഷെ സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി എനർജി വേണം. കാരണം നമ്മൾ എടുക്കുന്ന എല്ലാ ശബ്ദങ്ങളും കറക്റ്റാണ്, പക്ഷെ അതിന് തൊട്ട് മുമ്പ് പറയുന്ന കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാകുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. അത് മാത്രം ശ്രദ്ധിച്ചാൽ അപ്പൊ എന്തായാലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി. അത്രേ ഉള്ളൂ. വിനു, നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ഇക്ക പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. ഒരു തളർച്ച എവിടെയോ ഫീൽ ചെയ്തു. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ചെറിയ സമയമല്ലേ നമുക്കുള്ളൂ. ഈ 5 മിനിറ്റിൽ നമ്മൾ പരമാവധി പവർഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാം. എടുത്തു പറയേണ്ടത് കമലഹാസൻ സാറ്. കമൽ സാറിനെ പൊളിച്ചു കളഞ്ഞു, ഉഗ്രനായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പെർഫോം ചെയ്യുമ്പം ആക്ടറാണ് അല്ലെങ്കിൽ ആ പെർഫോമറാണ്. അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും വിനു ആയി പോകുന്നു എന്നുള്ളത് മാത്രം ഇവർ പറഞ്ഞതുപോലെ തന്നെയുള്ളൂ. കുറച്ചൊന്ന് ഷോയൊക്കെ കാണിക്കാം,
അതാണിപ്പം അത്രേ ഉള്ളൂ. കമലഹാസൻ സാറും പിന്നെ അജിത്ത് അല്ലേ, അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പവർഫുൾ രീതിയിൽ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്താലോ? കൊടുക്കാം. സുരഭി ചേച്ചി പ്ലീസ് ജോയിൻ us. ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി സമ്മാനമാണ് വിനിച്ചേട്ടന് ലഭിക്കുന്നത്. ഓക്കെ, ആരില്ലേ ഇവിടെ? ആരുമില്ലേ? ഇല്ല, ഇതിങ്ങനെ പോയാൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഈ കുടുംബം ശിഥിലമായി പോകും, നശിച്ച് നാരായണക്കൽ വന്നു പോകും. ഇതാരോട് പറയാൻ? എത്രയോ കാലം കൊണ്ട് ഞാൻ ഇവരോട് പറയടാ, ഇവിടെ വലിയ ബാധയുണ്ടെന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ, ചെയ്യത്തില്ല, അനുഭവിക്കട്ടെ. അല്ല, നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ പെങ്ങളുടെ വീട് അവിടെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് വേറെ വർത്തമാനമായിട്ട് മാറും. നല്ലൊരു കസാരയുടെ കാലൊടിച്ചൊരു ബാധയെന്ന്. ഞാനാണോ കാലടിച്ചത്? കസാര എന്റെ കാല ഓടിച്ചത്. പണ്ടാറ് അടക്കാൻ വേണ്ടി നിന്നോടൊക്കെ എത്ര കാലം കൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഒരു പൂജ വെക്ക്, നിന്റെ അച്ഛന്റെ അലഞ്ഞെടുക്കുന്ന ആത്മാവിനെ പിടിച്ച് കെട്ടാൻ പറയുന്നു. എന്റെ അമ്മാവൻ പറഞ്ഞിട്ട് മേപ്പാടിനെ കൊണ്ടുവന്നു, കീഴ്പ്പാടിനെ കൊണ്ടുവന്നു, കിഴക്കേടത്തെ കൊണ്ടുവന്നു, സകല മന്ത്രവാദിനെ കൊണ്ട് പൂജ നടത്തി. അച്ഛന്റെ ആത്മാവ് പോകത്ത് നമ്മളെ കുറ്റമാണോ? നമ്മളെ സാപ, നമ്മുടെ കുടുംബത്തിന്റെ സാപമായത് എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഒരു കാര്യം നിനക്കറിയോ? അനർത്ഥം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനർത്ഥം. അനർത്ഥമല്ല. ഇപ്പൊ എന്തെങ്കിലും അനർത്ഥം ഉണ്ടായി? ആകെ കസേര ഒടിഞ്ഞ അല്ലാതെ വേറെ ഒരു അനർത്ഥം ഇല്ല. ഞാൻ പറഞ്ഞു, എടാ ഇവിടെ പെണ്ണ് കാണാൻ മതി ഒരുത്തം വന്നോ, ആ കല്യാണം ഉഴപ്പിപ്പോയെന്ന്. ആര് മുടക്കിയത്? ഇന്നും അവനാ ആരാണ് മുടക്കിയത്? എനിക്ക് നിന്റെ പെങ്ങള് തന്നെ സ്വന്തം കല്യാണം നീ മുടക്കിയാടി. അവളെ മുടക്കിയത്. ചേട്ടാ എന്നോട് പറഞ്ഞില്ലേ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ ചേട്ടനൊത്ത് മാറി ഇരുന്ന് സംസാരിക്കാൻ. അപ്പൊ ആ ചേട്ടൻ എന്നോട് ചോദിച്ചേ നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ആ ചേട്ടൻ എന്നോട് ചോദിച്ചു അപ്പൊ 9ാം ക്ലാസ് വരെ പഠിച്ചോളൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല 8ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ എങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന്. ഞാൻ സത്യം മാത്രമേ പറഞ്ഞോളൂ ചേട്ടാ. രേവതി നീ ഈ കല്യാണം പൊളിച്ചോടി. ഇങ്ങനെയുള്ള സമയത്ത് സത്യം ഒന്നും അങ്ങനെ പറയാൻ പാടില്ല. അമ്മച്ചിയാണ് സത്യം 5 വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് അനർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നിന്റെയൊക്കെ അപ്പല്ലേ ചത്തുപോയ അവന്റെ ആത്മാവർന്ന് കളിക്കുന്ന കളിയാ. ഈ കൊച്ചിന്റെ ജീവിതം പോലും തർക്കോ. എന്ത് ചെയ്യാനാ? കൊണ്ടുവരുന്നവരെ കൊണ്ടുവന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പൂജ വേണം, നല്ലൊരു പൂജ വേണം ഇവിടെ. ഒരു പൂജ വേണ്ട, മേപ്പാടനെ കൊണ്ടുപോയി, കീഴ്പ്പാടനെ കൊണ്ടുപോയി, സൈഡ് വാരം പോയവനെ കൊണ്ടുപോയി, അവിടെ എല്ലാം കൊണ്ടുവന്നു. ഞാൻ അന്നേ പറഞ്ഞു ഈ മന്ത്രവാദികളെ കൊണ്ടുവന്ന അച്ഛനെ പിടിച്ച് നിർത്താൻ പറ്റൂല. ന്യൂ ജനറേഷൻ ആയിട്ട് ചിന്തിക്കണം. ഇവരെന്നെ പറയാ എന്നാ കൊണ്ടുവരുന്നത്, എന്നാ ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അച്ഛൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു, ലാപ്ടോപ്പ് ഉപയോഗിക്കുമായിരുന്നു, ഫേക്ക് അക്കൗണ്ട് 3 എണ്ണം ഉണ്ട് അച്ഛന്. ആ പിന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ ന്യൂ ജനറേഷൻ ആയിരുന്നു. അപ്പൊ അച്ഛൻ ഈ ഭസ്മം പറഞ്ഞാൽ ഈ ലാത്തി എന്ന് കാണിച്ചാൽ അച്ഛൻ വരത്തില്ല. ന്യൂ ജനറേഷൻ ആയിട്ട് ചിന്തിക്കണം. എടാ അതിന് എന്ത് ചെയ്യും അത് പറ നീ. അപ്പൊ ഈ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വരണമെങ്കിൽ കമ്പ്യൂട്ടർ പരമായിട്ട് ബാധ പറ്റുന്ന ഒരു കക്ഷി ഫേസ്ബുക്ക് വഴി ഞാൻ അറിയിച്ചിട്ടുണ്ട്. പുള്ളിഞ്ഞു വരും. വരും ഉറപ്പായിട്ടും. പെട്ടെന്ന് വിളിക്കേട്ടാ. പുള്ളിയുടെ പേരെന്താണെന്ന് അറിയാമോ? ആൻഡ്രോയിഡ് ചെറി. ഞാൻ പറഞ്ഞില്ല മറ്റേ ജെറിയിലെ ആൾക്കാർ. ജെറി സാറ് ഞാൻ പറഞ്ഞില്ലേ പഴയതുപോലെ മന്ത്രവാദത്തിന് വടിയോ കാര്യങ്ങളോ ഭസ്മോ പറയും മണിയൊന്നും ഇല്ല. എല്ലാം കമ്പ്യൂട്ടർ പരമായിട്ടാണ്. വേറെ ആളാരാ? ഇത് റോബോട്ട് അല്ലേ? റോബോട്ട്. കൊള്ളാം. റോബോട്ട് വീടെവിടെ? അയ്യോ റോബോട്ടിന് വീടൊന്നും ഇല്ല. റോബോട്ട് എന്ന് പറയുന്നത് യന്ത്രമനുഷ്യനാണ്. യന്ത്രമനുഷ്യനോ? ഇവിടെ മന്ത്രം കൊണ്ട് നടക്കുന്നില്ല. അപ്പൊ യന്ത്രം കൊണ്ട് വന്നിരിക്കുന്നത് ഇത് പൊളിയും. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ന്യൂ ജനറേഷൻ ആണ്. വരുമ്പോ അറിയാം. ജെറി ഇപ്പൊ വരും, അപ്പോഴറിയാം. അതെ ജെറി സാറ് ഒരു സെക്കൻഡ് സാർ, ഇവിടെ എല്ലാം പെർഫെക്റ്റ്. ഓക്കെ കമ്പിക്കോ. ഞാൻ ആ ചെറിയ വിളിച്ചത്. ഓ എന്നെ വിളിച്ചത് പേരെന്താ പറഞ്ഞത്? എന്റെ പേര് ശംഭു. പിന്നെ ഇവരെല്ലാം പഴയ ആൾക്കാരാണ്. ഞാനാണ് യോയോ. അപ്പൊ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ ചേട്ടൻ. ഹായ് ഗൈസ്. കേസിന്റെ കേസുണ്ടായിരുന്നു 2 എണ്ണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പഴയ ആൾക്കാർ ന്യൂ ജനറേഷനെ പറ്റി അറിയില്ല. അതാണ് എന്റെ പെങ്ങൾ. അയ്യോ വിളിക്കണ്ട, നീ കയറിപ്പോ. ഇതാണ് അമ്മാവൻ.
കാണിക്കത് അല്ല അമ്മാവാ പരിചയപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ പഴയ മന്ത്രവാദി ഹൂ ഹൂ ഒന്നുമില്ല പുള്ളിയല്ലേ യോ ആയിട്ടേ നിൽക്കുള്ളൂ അമ്മാവൻ വേണം കാര്യങ്ങളെല്ലാം ചെയ്തു. അതെ അതെ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് കണ്ടിട്ട് അത്ര പോരാ, ഉടായിപ്പാ പറഞ്ഞുകൂടാ. നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. വളരെ പേര് കേട്ട ആളാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും പേര് കേട്ട ആളാണ്. ഇവര് ജ്യോതിഷം മന്ത്രവാദം മൊത്തം ഇപ്പൊ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്ന ടീമാണ്. അതെ അതെ. നമ്മൾ പഴയ പോലെ അല്ല ഇപ്പൊ. നമ്മളെല്ലാം ഇവിടെ ആരുടെ ആവാഹനമാണ് നടക്കുക, ആരുടെ ഏതാണ് നടക്കുക, ഡൗൺലോഡ് ചെയ്യേണ്ടത് ആരുടെയാണ്? അമ്മാവൻ വേണം കാര്യങ്ങളല്ല എന്തുണ്ടെങ്കിലും അമ്മാവൻ വേണം കൊണ്ടു കൊടുക്കാം. അപ്പൊ പൂജക്കുള്ള സാധനങ്ങൾ എടുക്കാം. വെറ്റില പാക്ക മുറുക്കാൻ ഞങ്ങൾ അവലെ മരം എല്ലായിടത്തും വരാം. Please come, bro. Please come, please come. അതായത് ഞങ്ങൾ പഴയ പോലെയല്ല ഈ സംഭവം ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ ആത്മാവിനെ അതിനെ ഞങ്ങൾ ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് ലാപ്ടോപ്പിൽ കയറ്റും, എന്നിട്ട് ഹാർഡ് ഡിസ്കിലാക്കി നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് എറേസ് ചെയ്ത് കളഞ്ഞാൽ മതി, പ്രശ്നങ്ങൾ അവിടെ തീരും. ഇനിയെങ്കിലും ന്യൂ ജനറേഷനിലേക്ക് പുതുമയിലേക്ക് നിങ്ങൾ അതിലേക്ക് വരൂ, നിങ്ങൾ ഇത് കാണൂ, ന്യൂജൻ ഈ സാധനങ്ങൾ കാണൂ, ഇത് കാണൂ, പുതുമയിലേക്ക് വരും, പുതിയത് കാണും. ഇത് പഴയതാണോ? ഞാൻ കണ്ടതാ. ഏതാ? നിങ്ങൾ സൈറ്റിൽ കയറി കട്ട് ചെയ്യാൻ പറഞ്ഞു. സോറി. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യണം, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. ടൈം എടുക്കും, ഡിസ്റ്റർബ് ചെയ്യില്ലേ? നിങ്ങൾ പിന്നെ ഒരു കാര്യം ചെയ്യണം, എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് നിൽക്കുക. ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ അപ്പം താടി പോലെയാണ്, ഇങ്ങനെ പറന്ന് നടക്കുക. അപ്പൊ നമ്മൾ ചുമ്മാ ബഹളം വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ആരും മണപ്പുറം പോലെയാവും. അത് അങ്ങനെ വിളിക്കരുത്, നമ്മൾ സൈലന്റ് ആയിട്ട് പ്ലേ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് പ്ലേ ചെയ്യേണ്ടത്? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. സൈലന്റ് ആയിരിക്കണം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. സൈലന്റ് ആയിരിക്കണേ. എനിക്ക് കിട്ടത്തില്ല. ഡാൻസ് കളിക്കാനല്ല അമ്മാവൻ ന്യൂ ജനറേഷൻ. ഞങ്ങൾ ഇങ്ങനെയാണ് മന്ത്രം ചൊല്ലുന്നത്, ന്യൂ ജൻ മന്ത്രം ഇതാണ്. റാപ്പ് അടിക്കുന്നു, നമ്മൾ അങ്ങനെ ചെയ്യുന്നു, അപ്പൊ ആ സാധനം വരും. ഒരു മിനിറ്റ് വന്നേ പറയൂ. ഞാൻ പറഞ്ഞിട്ടാണ് ബ്രോ എന്നെ വിളിച്ചത്. അതെ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ 10ന്റെ പൈസ അവര് തരത്തില്ല. ലാപ്പിൽ കയറിയല്ലോ, ലാപ്പിൽ ഇപ്പൊ കയറും. ഒന്ന് പ്ലേ സ്റ്റോർ ഓൺ ചെയ്തേ. അച്ഛൻ ലാപ്പിൽ കയറും. പിന്നെ എവിടെ പ്ലേ സ്റ്റോർ ഓൺ ചെയ്തേ? മൗസിട്ട് വലിയടാ, മൗസിട്ട് വലിയ എന്നാലേ വരുള്ളൂ. എവിടെ? എന്താ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് പറയും. തമ്പാക്കല്ല, ഇവിടെ ഹാൻസ് തമ്പക്കൻ. അയ്യോ തങ്കപ്പൻ. തങ്കപ്പൻ. എത്ര വയസ്സ്? ഏകദേശം ഒരു 67 വയസ്സ് വരും. നോക്കട്ടെ. എടാ മൗസ് അടിച്ചുട്ടെ. ബ്രോ അയ്യോ എന്താ ഒരു സൈഡ് ചരിവ്? ഇടതുവശത്തേക്ക് ചരിഞ്ഞു പോണം. അച്ഛന്റെ ഒരു ഭാഗം ഇങ്ങനല്ലേ മുണ്ടി നടക്കുന്നത്, അതായിരിക്കും ചരിവ്. അപ്പൊ വരും വരും. എന്താ പവർ ഉണ്ടോ? പോയോ? എന്റെ ലാപ്ടോപ്പ് അടിച്ചു പോയി. സാധനം വൈറസ് കയറി നശിച്ചു. അത് മാത്രമല്ല നിങ്ങളുടെ അച്ഛൻ ഭയങ്കര ഡേഞ്ചറാണ് ആത്മാവ്. അത് മാത്രമല്ല MP ഇല്ല. ഈ സാധനം അടിച്ചു പോയി. ഇനി അടുത്ത ലാപ്ടോപ്പിൽ അതിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? വേറെ കേസ് ഞാൻ പറയാം, 10 പൈസ ഞാൻ തരത്തില്ല. കാരണം എന്റെ ഒറ്റ നിർബന്ധത്തിലാണ്. ഇറങ്ങിയോ ഇറങ്ങിയോ. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ചടങ്ങ്. അതിനിറങ്ങിയോ. ഇത് നടക്കത്തില്ല. ലാപ്പ് വരെ പൊട്ടുപോയി. അല്ല എന്തെങ്കിലും ചെയ്യട്ടെ, എന്റെ കല്യാണം നടക്കട്ടെ. കല്യാണം നടക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? അവിടെ കയറിയിരുന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചിരിക്കുക അല്ലേ? ആര്? തകപ്പച്ചേട്ടൻ അവിടെ കയറിയിരുന്ന ഞാനെന്നാ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു നിങ്ങള്? അച്ഛനെ എവിടെ? വെളിയിൽ കയറിയിരിക്കുക. അച്ഛാ എവിടെ? പിടിച്ചില്ലേ? ആ ജെവിയിൽ അടിച്ചു നോക്കിയേ. ഇറങ്ങി താഴേക്ക് ഇറങ്ങി വാ. കാണിച്ചാൽ ഒരു ഒറ്റ ഒരു കസരട്ട് കൊടുത്ത് ഇറങ്ങി അങ്ങോട്ട്. കൊണ്ടുവരുത്ത് കസര എന്തിനാ ഇതിന് മാത്രം സങ്കടപ്പെടണേ? എന്നെ ഇതിന് മാത്രം കരയാനുള്ള കാര്യം എന്താ? അച്ഛൻ കരയാണോ? അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ KSRTC കണ്ടക്ടർ ആയിരുന്നു. അതാണ് 8 മാസത്തെ പെൻഷൻ കുടിച്ചിട്ടുണ്ട്. അതാണ് കരയണം തോന്നുന്നു കേട്ടോ. നിങ്ങൾക്കാർക്കും ഇത് കാണാൻ പറ്റില്ല. ഇത് എന്റെ റിമോട്ട് ഇരിക്കണുണ്ടല്ലോ, എനിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അല്ല വേറെ കാര്യം പറയാം. ഈ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമല്ല, നമുക്ക് നേരിട്ട് കാണണം. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല? ഉടായ്പ കാണിച്ചിട്ട് കാര്യമല്ല, കാരണം ഞാനാണ് കൊണ്ടുവന്നത്. യോ ഇത് പെൻഡ്രൈവിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനെ ഞാൻ കാണിച്ച റോബോട്ട് കമാൺ. അച്ഛൻ ചുമക്കുവാరు, വീഡിയോ വിളിക്കുവായിരുന്നു. അതാണ് ചുമക്കുന്നത്.
അച്ഛാ അച്ഛൻ മോനെ എത്ര നാളാണ് കണ്ടിട്ട്? അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവന്ന അച്ഛാ? പിന്നെ ഞാൻ ഊട്ടി ടൂർ പോയിരിക്കുവായിരുന്നല്ലോ. അച്ഛാ കല്യാണം നടക്കുന്നില്ല അച്ഛാ. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയി തരണം അച്ഛാ. അയ്യോ മോളെ, നിന്റെ കല്യാണം നടക്കും കേട്ടോ. എന്റെ അളിയനെവിടെ? ഇവിടെ വന്ന അളിയാ. ഈ നാറി ഈ വീട്ടിൽ കയറ്റുന്ന പല പ്രാവശ്യം പറഞ്ഞാണ്. ഇവൻ ഒരുത്തൻ കാരണം ഞാൻ ഗതി കിട്ട നിലയിൽ നിറയവാ. ഞാൻ മരിച്ചപ്പോ എന്റെ ജുബെടുത്തിട്ടിരിക്കുന്ന ജീവിച്ചിരുന്നപ്പോ നീ ഈ പിള്ളേർക്ക് സ്വത്ത് കൊടുത്തിട്ടില്ല. ആ നീ എന്റെ അടുക്ക് വരുന്നു. നീ വെള്ളം അടിക്കാതെ എനിക്ക് ഒരുത്തൻ കാരണം ഞാൻ മരിച്ചത്. ഇവനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? എടാ ഞാൻ പറഞ്ഞ വണ്ടിക്കളി പോയി കയറാൻ. നിന്റെ ഞാനൊന്ന് ഊരിയെടുക്കണം. ഈ സാമാനം ഊരിയെടുക്കണം. അപ്പൊ നിങ്ങൾ അളിയനൊളിയും നിങ്ങൾ ഭയങ്കര ഉടക്കല്ലേ? ഊരിയെടുത്ത് നന്നാ, ഇല്ലെങ്കിൽ റോബോട്ട് അടിച്ച് പരിപ്പിളക്കെ. ഡിസ്കി കയറ്റാം നമുക്ക്. ഒരു കാര്യം എല്ലാവരും വരൂ, ഇങ്ങൊരു നമുക്ക് ഡിസ്കി കയറ്റാം. ഇത് എന്നിട്ട് എന്താണ് ചടങ്ങ്? എന്താണ് ഇത് ചടങ്ങ്? നമ്മള് സാധാരണ എവിടെയെങ്കിലും കൊണ്ട് ആവാഹിച്ചിട്ട് നിമഞ്ജനം ചെയ്യുക, ഇതൊക്കെയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഇത് എവിടെയും കൊണ്ട് എറേസ് ചെയ്ത് കളയണം. കാശി രാമേശ്വരം പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ സാധനത്തിന് ഇന്ത്യയിൽ എവിടെ ഒഴിക്കാലും ഈ പൂച്ചക്കുട്ടിയെ പോലെ 4 കാലേ വന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇത് നമുക്ക് കാനഡയിലുള്ള വയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കൊണ്ട് കളഞ്ഞാലോ? വെള്ളച്ചാട്ടമാണോ? അത് നയാഗ്ര. അപ്പൊ വയാഗ്ര അത് തുള്ളിച്ചാട്ടം. അപ്പൊ നമുക്ക് ഇത് അവിടെ കൊണ്ട് കളയണം. അപ്പോ ഒരു കാര്യം ചെയ്യും. എല്ലാ മക്കളാരെ മൂത്ത മകനാരാണ്? മൂത്ത മകൻ ഞാനാ. വരൂ, ഇതെടുത്തിട്ട് നല്ലൊരു ടിഷ്യൂ പേപ്പറിൽ, ചുമന്ന തുണി അങ്ങനെയുള്ള അതൊന്നും പാടില്ല, അതൊക്കെ പഴയതാണ്. പുതിയതില് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് തലയ്ക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം റൗണ്ട് അടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരിക. വേറെ കുഴപ്പമുണ്ട്. ഇപ്പൊ കാനഡ ഇപ്പൊ ഞങ്ങൾക്കാരും പാസ്പോർട്ട് ഇല്ലല്ലോ. അതെ, സമയമില്ല. അടിക്കേണ്ട കാര്യമില്ലല്ലോ. പുള്ളി ഇത് കൊണ്ടുപോയി അവിടെ ഒഴുക്കി കളയും. ആണല്ലേ? നിങ്ങൾ മെനക്കേണ്ട കാര്യമില്ല. ക്യാഷ് മാത്രം മുടക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ഒരു 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ചെലവ് വരും. അത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. അത്രേ ഉള്ളൂ. എന്തെല്ലാം ഭാഗ്യമല്ലേ. ഈ കേസിന് വേണ്ടി അഡ്വക്കേറ്റിന്റെ പൈസ കൊടുത്തയക്കും. പോലീസുകാരൻ കോടതി കൊണ്ട് അടച്ചോളൂല്ലോ. പിന്നെ എന്റെ ആക്ടിങ്ങിൽ അവര് വീണത്. അപ്പൊ എന്നെ കൊണ്ടുപോകണം. നിന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം. നടക്കല, എന്നെ കൊണ്ടുപോകണം. നിന്നെ അടുത്ത പ്രാവശ്യം ലിഫ്റ്റ് മേടിച്ചു അടിപൊളിയായിട്ട്. അപ്പൊ നീ ഒറ്റക്ക് പോകണം. പിന്നെ ഞാനും ശ്രീകുട്ടിയായിട്ട് എന്റെ ലൈന് ശ്രീകുട്ടിയുടെ ഞാൻ പറഞ്ഞു കാനഡയ്ക്ക് കൊണ്ടുപോകാന്നേ. നമ്മൾ എന്ന് നേരിൽ കാണുന്നു അന്ന് നമ്മൾ കാനഡയ്ക്ക് പോകുന്നു. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. ആ ഓക്കെ, ഞാൻ വിളിക്കട്ടെ. ഹലോ ശ്രീകുട്ടി. ഒന്ന് മാറി നിൽക്കണം. ഹലോ. ആ എവിടാ? ഞാനേ വീട്ടിലാണല്ലോ. നമ്മളെ കാനഡയ്ക്ക് ടൂർ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ. ആ നമുക്ക് പോട്ടോ ഒരുമിച്ച്. 27-ാം തീയതി പോകുന്നു. പിന്നെ വേറെ കാര്യമുണ്ടോ? ഫസ്റ്റ് ടൈം എന്നെ കാണുമ്പോ എനിക്ക് നേരിട്ടൊരു ഉമ്മാനം. ഉമ്മാനം നേരിട്ട് ഉമ്മാനം കേട്ടോ. നേരിട്ട് കാണുമ്പോ എനിക്ക് ഉമ്മാനം അത് കിട്ടിയിട്ട് ഞാൻ പോവൂ. നമ്മളെ നയാഗ്ര വെള്ളച്ചാട്ടം ഒരു കുടുംബത്തിനെ പറ്റിച്ചതാണ്, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് പോയാ മതിയല്ലോ. ഉമ്മ തരട്ടെ? ഉമ്മ തരാം. ഇതാരേത്? ഞാൻ എന്റെ ശ്രീകുട്ടിയോട് സംസാരിക്കുന്നത്. ഹലോ ശ്രീകുട്ടി. ഹലോ. ഹലോ. ഞാനാ ഈ കുട്ടി. 6 വർഷമായിട്ട് ഫേക്ക് ഐഡി വിളിച്ചോണ്ടെന്ന് ഞാനാ. ഞാൻ പോകട്ടെ. നിന്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എടാ നീയൊക്കെ ന്യൂ ജനറേഷൻ തട്ടിപ്പാണെങ്കിൽ ഞാൻ ഓൾഡ് ജനറേഷൻ കൊടും തട്ടിപ്പാക്കാം. നമുക്ക് പോയാലോ? Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.